കല്യാണം കഴിക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ ദീൻ നോക്കണം, സൗന്ദര്യം നോക്കരുത്. സൗന്ദര്യത്തിനല്ല ശ്രേഷ്ഠത കൊടുക്കേണ്ടത്. ഐശ്വര്യ റായിയെ മാത്രമേ എല്ലാരും കെട്ടത്തുള്ളൂ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പെണ്ണ്, നല്ല വീട്, ദീനുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ നിറം പോരാ. എല്ലാരും പറയുന്ന മറുപടി, പെണ്ണൊക്കെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു എല്ലാം പോയിട്ട് പറയുന്നത് ദീനുണ്ട്, നല്ല പെട്ടി, നല്ല അതമുണ്ട്, മര്യാദയുണ്ട്, എല്ലാം ഉണ്ട്, നിറവില്ല. പിന്നെ എല്ലാം നിറവുള്ളതിനെ കെട്ടത്തുള്ളൂ. ഐശ്വര്യ റായിയെ മാത്രമേ എല്ലാരും കെട്ടത്തുള്ളൂ. സൗന്ദര്യത്തിനല്ല ശ്രേഷ്ഠത കൊടുക്കേണ്ടത്, സമ്പത്തിനല്ല മഹത്വം കൊടുക്കേണ്ടത്. എല്ലാവരും നോക്കുന്നത് പണമാണ്, എത്ര കിട്ടുമെന്നാണ് നോക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ദീനില്ലാത്ത പണമുള്ള പെണ്ണിനെ കെട്ടല്ലേ, പണം നോക്കിയിട്ട് വിവാഹം കഴിക്കല്ലേ. ഞാനല്ല പറയുന്നത്, റസൂലുള്ളയാണ്. നബി തങ്ങൾ പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യന് പെണ്ണിന്റെ പണം നോക്കി വിവാഹം കഴിച്ചാൽ, എല്ലാവരും പണവാ നോക്കുന്നേ. ഇന്ന് പണം നോക്കിയിട്ടാ പലരും പെണ്ണ് കെട്ടിക്കുന്നത്. പെണ്ണ് കെട്ടുന്നതും പണ്ട് ആണുങ്ങള് പെണ്ണുങ്ങളിൽ നിന്ന് എത്ര കിട്ടുമെന്നാ നോക്കാം. പണ്ടത്തെ കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ സ്ത്രീധനം പോലുള്ള ഒരുപാട് സ്വർണ്ണമുണ്ട്, കാറുണ്ട്, അതുണ്ട്, ഇതുണ്ട്. പെണ്ണിന് എത്ര ഉണ്ടെന്നാ നോക്കാം. ഇപ്പൊ കാലം മാറി, ആണിന് എന്തോ ഉണ്ടെന്നാ പെണ്ണ് നോക്കുന്നേ. എല്ലാവരും പണം നോക്കിയിട്ടാ പെണ്ണ് കെട്ടാ. എടാ, ദീനില്ലാത്ത പെണ്ണിന് എത്ര കോടിക്കണക്കിന് ആസ്തി ഉണ്ടെങ്കിലും നീ കെട്ടരുത്. നബി തങ്ങൾ പറയുകയാ, പണം നോക്കിയിട്ടാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. പണം നോക്കി കെട്ടിയിട്ടുള്ളവന്മാരുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കിക്കേ. ഇപ്പൊ യത്തീംഖാനയില. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇല്ലേ പെങ്ങന്മാരെ, നിന്റെയൊക്കെ വാപ്പാനെ ഇഞ്ചി ചരക്കുന്ന പോലെ ചതച്ച് പിടിഞ്ഞു വാങ്ങിച്ചിട്ടുള്ള ഭർത്താവിന്റെ ഇപ്പത്തെ അവസ്ഥ ആലോചിച്ച്. ഇപ്പോഴും ചില ഭർത്താക്കന്മാര് പറയും, പോയി ഇനിയും പേടിച്ചോണ്ട് വാ, ഇനിയും പേടിച്ചോണ്ട് വാ, അങ്ങോട്ട് പറഞ്ഞിടാ. ഒരു നാണവും ഇല്ലാതെ പെണ്ണും കെട്ടിയിട്ട് നിനക്ക് ആവശ്യമുള്ളതൊക്കെ തന്ന് കെട്ടിച്ചിട്ടിട്ട് ഇപ്പോഴും പറഞ്ഞു വീടും വീട് വെക്കാൻ പോവാ, പോയി മേടിച്ചോണ്ടോ, അത് ചോദിക്കാൻ നീയും പോകും. എന്നാലോചിക്ക്, ഇത്ര സങ്കടമാണ്. പണം നോക്കിയിട്ട് ദീനില്ല, പണം ഒരുപാടുണ്ട്. ഒന്ന് പെറ്റതാണെങ്കിലും കുഴപ്പമില്ല, കെട്ട അവസ്ഥ അതല്ലേ. അങ്ങനല്ല, പണം നോക്കിയിട്ട് വിവാഹം കഴിച്ചാൽ അള്ളാഹു ദാരിദ്ര്യം തരും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ട്, സൗന്ദര്യം. ഐശ്വര്യ റായിയെ മാത്രമേ എല്ലാരും കെട്ടത്തുള്ളൂ. എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല പെണ്ണ്, നല്ല വീട്, ദീനുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ നിറം പോരാ. എല്ലാരും പറയുന്ന മറുപടി, പെണ്ണൊക്കെ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു എല്ലാം പോയിട്ട് പറയുന്നത് ദീനുണ്ട്, നല്ല പെട്ടി, നല്ല അതമുണ്ട്, മര്യാദയുണ്ട്, എല്ലാം ഉണ്ട്, നിറവില്ല. പിന്നെ എല്ലാം നിറവുള്ളതിനെ കെട്ടത്തുള്ളൂ. എടാ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ദീനില്ല, സൗന്ദര്യമുണ്ട്, കെട്ടണ്ട. ദീനില്ല, സൗന്ദര്യമുണ്ട്, സിനിമാ നടിയെ കെട്ടാൻ നടക്കണ കൈമാരില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ദീൻ വേണം. ദീനില്ലാതെ കെട്ടിയിട്ട് എന്ത് കിട്ടാനാ? എടോ, ദീനിന് പരിഗണന നിങ്ങൾ കൊടുക്കണം. വെറുതെ അല്ലത് പറയുന്നത്. ഒരു പെണ്ണിന് ദീനുണ്ടെങ്കിൽ നീ കല്യാണം കഴിച്ചോ. പണം വേണ്ട, സൗന്ദര്യം വേണ്ട. സൗന്ദര്യത്തിന് എന്താ പരിഗണന? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൗന്ദര്യം പെണ്ണിനെ നശിപ്പിച്ചു കളയും. എന്റെ പ്രിയപ്പെട്ടവരെ, ദീനിനെയാണ് പരിഗണന കൊടുക്കേണ്ടത്. മൂന്നാമതായിട്ട് കുടുംബ മഹിമ നോക്കുന്നവരുണ്ട്. ദീനെന്ന് പറയുന്നത് വീടിന്റെ പടി പോലും കണ്ടിട്ടില്ല, കറുത്ത അക്ഷരം ഒരെണ്ണം പോലും പഠിച്ചിട്ടില്ല. പക്ഷേ ഒരുപാട് അറിയപ്പെടുന്ന വലിയ ഈ നാട്ടിലെ ഏറ്റവും അറിയപ്പെടുന്ന കുടുംബത്തിലാ. വേണ്ടടാ ചെറുപ്പക്കാരാ, നിനക്കാ വീട്ടിലൊരു വിലയും ഉണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അവിടുന്ന് പരിഗണിക്കേണ്ടത് പണമല്ല, സൗന്ദര്യമല്ല, കുടുംബ മഹിമയല്ല. പെങ്ങളെ കറുത്തവളാണെന്ന് പറഞ്ഞ് സങ്കടപ്പെടണ്ട. കറുപ്പിന് ഏഴഴകാമോളെ. കറുപ്പിനെ കറുത്ത നിറമുള്ള പെങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്. കറുപ്പിന് വല്ലാത്ത അഴകാട്. ഖിയാമത്ത് നാൾ വരെയുള്ള സർവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരാളാണ് മഹദിയായ ഹാജറ ബീവി റളിയല്ലാഹു തആല അൻഹാ. ആ ഹാജറ ബീവി കറുത്തവളായിരുന്ന പെങ്ങളോ. അതുകൊണ്ട് തൊലി കറുത്തവരുടെ ഹൃദയം വെളുത്തതാണ്. അതുകൊണ്ട് നീ ഭയപ്പെടണ്ട. എന്റെ ചെറുപ്പക്കാരോട് പറയുന്ന ദീൻ നോക്കടാ ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാണോ, നിസ്കരിക്കുന്നവളാണോ,
പെണ്ണാണോ, ഖുർആൻ ഓതുന്നവളാണോ, ദിക്റുകൾ പറയുന്നവളാണോ, മഹാന്മാരെ സ്നേഹിക്കുന്നവരാണോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന പെണ്ണിനെ വേണം വിവാഹം കഴിക്കാൻ. പെങ്ങളോട് പറയുകയാ, ചിരിക്കാനും വാട്സപ്പിൽ പരിചയപ്പെടാനും ഫേസ്ബുക്കിൽ പരിചയപ്പെടാനും 100 കിട്ടും പെങ്ങള്. 5 നേരം നിസ്കരിക്കുന്ന ഒരുത്തണ വേണം തെരഞ്ഞെടുക്കാൻ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരാളെ വേണം എന്റെ പ്രിയപ്പെട്ടവരെ തെരഞ്ഞെടുക്കാൻ. എന്തിനാണ് പെണ്ണുങ്ങളെ, നല്ല പെണ്ണുങ്ങളെ തെരഞ്ഞെടുക്കാൻ പറയുന്നത്? വാപ്പ എത്ര നല്ലവനാണെങ്കിലും, ആലിമാകട്ടെ, ഹാഫിളാകട്ടെ, തങ്ങളാകട്ടെ, വലിയാകട്ടെ, പ്രവാസകനാകട്ടെ, ഇമാമാകട്ടെ, എത്ര വലിയ നല്ലവനാണെങ്കിലും പെണ്ണ് ശരിയല്ലേ, മക്കളുടെ കാര്യം പോക്കാ. വഅദിന് വരുന്ന ഉസ്താദന്മാര് മുഴുവനും പെണ്ണുങ്ങളെ കുറ്റം പറയുന്നു. ഞങ്ങളെ മാത്രം എന്തിനാണ് പറയുന്നത് എന്ന് സങ്കടപ്പെടുന്ന പെങ്ങള്, നീ നേരെയായ വീട് നേരെയായി മോള്, നിന്റെ ഭർത്താവ് നേരെയായി മോള്, നിന്റെ മക്കള് നേരെയായി മോള്.